പിൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി വേറൊരു പ്രത്യേകിച്ചും ലേഡീസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയയാണ് പിൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലേഡീസ് ഏറ്റവും കൂടുതൽ യൂസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ, നമുക്ക് അപ്പം ഏറ്റവും കൂടുതൽ ഇതിലൂടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയായിരിക്കും? ഇപ്പൊ സ്നാപ്ചാറ്റ് ഞാൻ പറഞ്ഞില്ല, സ്നാപ്ചാറ്റ് ഏതാ കൂടുതൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഫാഷൻ, മറ്റേ ഈ കരകൗശല വസ്തുക്കൾ, അങ്ങനെ ആർട്സ് റിലേറ്റഡ് സാധനങ്ങൾ. പിൻട്രസ്റ്റ് അതുപോലെയാണ്. പിൻട്രസ്റ്റും ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കൂടുതൽ നമുക്ക് എന്തും ഷെയർ ചെയ്യാം. പക്ഷെ നമ്മൾ ഇപ്പൊ ഒരു പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്നതിനൊക്കെ നല്ല, അത് ഈ ഫാഷൻ ടൈപ്പ്, ആർട്സ്, അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഇവിടാണ് പിൻട്രസ്റ്റ് ചെയ്യാം. ഈ പിൻട്രസ്റ്റിന്റെ പിൻട്രസ്റ്റ് എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ മറ്റേ ഈ കോളേജുകളിലും ഓഫീസിലൊക്കെ നോട്ടീസ് ബോർഡ് ഉണ്ടല്ലോ, പിൻ ചെയ്ത് വെക്കാന്ന് പറഞ്ഞിട്ട്, ആ ഒരു കൺസെപ്റ്റ് വന്നതാണ്. അതായത് നമ്മളൊരു ഇൻഫർമേഷൻ പിൻ ചെയ്ത്, ഇത് കണ്ടില്ല, ഓരോ ഇതുപോലെ കണ്ടില്ല, പിൻ ചെയ്ത് വെക്കുക. അങ്ങനെയാണ് പിൻട്രസ്റ്റ് ശരിക്കും വന്നത്. അപ്പൊ ഒരു ഇൻഫർമേഷൻ ഇത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അക്കൗണ്ട് വന്നിട്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് ആകാം, അല്ലെങ്കിൽ അത് ബിസിനസ് അക്കൗണ്ട് ആകാം. ഇവിടെ ഇങ്ങനെ മറ്റേ നമ്മുടെ ലിങ്ക്ഡിനെ പോലെ പേജ് എന്നൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ ആണ്. അത് നമ്മൾ എല്ലായിടത്തും ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, നല്ല രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ, കീവേഡ്സ് ഒക്കെ വെച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഒരു കവർ ഇമേജ് കൊടുക്കുക, പ്രൊഫൈൽ പിക്ക് കൊടുക്കുക, അതെല്ലാം കൊടുക്കുക. അപ്പൊ ഒരു ആദ്യം ചെയ്ത് അവിടെ പോയിക്ക് യുവർ പ്രൊഫൈൽ, എഡിറ്റ് പ്രൊഫൈൽ. ഇപ്പൊ വിഷ്ണുവിന്റെ പേരുള്ള പ്രൊഫൈലാണ്. അപ്പൊ അത് വിഷ്ണു അവിടെ ഇപ്പം ഫോട്ടോ വന്നിട്ട് അപ്പൊ സൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനകത്ത് കൊടുക്കുന്നില്ലേ, പിൻട്രസ്റ്റ് ഫോട്ടോ പ്രൊഫൈൽ പിക് സൈസ് ഒന്ന് നോക്കി. റിജിന് വന്നിട്ട് മറ്റേ റെക്കോർഡിങ്സ് ഒക്കെ നോക്കിയില്ലായിരുന്നോ? നോക്കിയിട്ടുണ്ടായിരുന്നു. സ്നാപ്ചാറ്റ് ചെയ്ത് നോക്കാൻ മാത്രമേ ഉള്ളൂ. ശരി. ഓക്കെ. ഇപ്പൊ അത് മതി, വിഷ്ണുവിന്റെ മതി. സൈസ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്ക്. പിന്നെ എബൌട്ട്, നമ്മളെ കുറിച്ചൊരു എബൌട്ട് വേണം. ഇപ്പൊ ബിസിനസ് ആണ്, ബിസിനസിനെ കുറിച്ചുള്ള ഒരു എബൌട്ട് എന്താണ്? ഐ ആം എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് ഹാവിംഗ് എക്സ്പീരിയൻസ് ഓൺ ദിസ്, പിന്നെ ഐ മാനേജ് സോ മെനി ക്ലയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുക. ജസ്റ്റ് എന്തെങ്കിലും ഒരു എബൌട്ട് കൊടുത്തോ. അത് നമ്മൾ വേണമെങ്കിൽ ലിങ്ക്ഡിനെ കൊടുത്തതുപോലെ എടുത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ അത് ഓക്കെ.
എത്ര മതി ഡോക്യുമെന്റ്സ്. ഓക്കെ, ഇനി വെബ്സൈറ്റ് എടുത്തോ, വെബ്സൈറ്റ് URL എടുത്തോ. ഓക്കെ, ഇനി സേവ് കൊടുത്തോ, സേവ് കൊടുത്തോ. സിസ്റ്റത്തിന്റെ സ്പെല്ലിംഗ് തെറ്റാ കേട്ടോ, സിസ്റ്റത്തിന്റെ സ്പെല്ലിംഗ്, സിസ്റ്റത്തിന്റെ സ്പെല്ലിംഗിന്റെ. പിന്നെ യൂസർ നെയിം ഓൾറെഡി ടേക്കാം, യൂസർ നെയിം ചേഞ്ച് ചെയ്തേക്കാം. അതിന് സേവ് ചെയ്തോ. സേവ് ആവുന്നില്ല. സേവ് ചെയ്തോ, സേവ് ചെയ്തോ. സേവ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് വെബ്സൈറ്റ് കൊടുത്തല്ല. ഓക്കെ, ഇനി അടുത്ത് എന്താ വെച്ച് കഴിഞ്ഞാല് സേവ് ചെയ്തില്ലേ? ഓക്കെ, ഇനിയിപ്പം നേരെ എന്ത് ചെയ്യാം, അക്കൗണ്ട് മാനേജ്മെന്റ് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് മാനേജ്മെന്റ്, ലെഫ്റ്റ് സൈഡിൽ അക്കൗണ്ട് മാനേജ്മെന്റ്. ഓക്കെ ഓക്കെ, ഇനി ഇതിനകത്ത് ഇത് കണ്ടോ, കൺവേർട്ട് എ ബിസിനസ് അക്കൗണ്ട് എന്ന് കണ്ടോ? അതായത് ക്ലിക്ക് ചെയ്യാൻ വരട്ടെ. അതായത് ഇത് ഇനി നമുക്ക് ഈ അക്കൗണ്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ആഡ് റൺ നമുക്ക് ഇതിനെ ബിസിനസ് അക്കൗണ്ട് ആക്കണം കേട്ടോ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ബിസിനസ് അക്കൗണ്ട് ആക്കും. ഇപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. അപ്പൊ ഇത് നിങ്ങൾ നോർമൽ ആയിട്ടുള്ള എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം, റീച്ച് കിട്ടണം. എന്ത് ചെയ്യാം, അതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഇതിനെ ബിസിനസ് അക്കൗണ്ട് ആക്കാൻ പറ്റും. ഇനി പേഴ്സണൽ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്ത പേഴ്സണൽ ഇൻഫർമേഷൻ, അതൊക്കെ ഡീറ്റെയിൽസ് നോക്കണം. ഓക്കെ, പിന്നെ ക്ലെയിംഡ് അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്ത ക്ലെയിംഡ് അക്കൗണ്ട്സ്. ഇനി നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ. വെബ്സൈറ്റ് ക്ലെയിം ചെയ്യുന്നല്ല, എന്നാലേ ഇവിടെ എഴുതി കാണിക്കത്തുള്ളൂ. എവിടെ അറിയാം, നമ്മുടെ പ്രൊഫൈൽ എഴുതി കാണിക്കത്തുള്ളൂ. ക്ലെയിം ചെയ്യണം കണ്ട. വെൻ യു ക്ലെയിം an account you can mount analytics and ensure your name or brand appears on a ക്ലെയിം ഒന്നുമല്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്ലെയിമിനകത്ത്. എന്നിട്ട് അതല്ല, ആഡ് HTML ടാഗ് ഉണ്ടോ? ഒരു മിനിറ്റ്. ഹലോ, ക്ലിക്ക് ചെയ്ത ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്ത് ക്ലെയിമിൽ ക്ലിക്ക് ചെയ്തൊന്ന്. അതായത് ആഡ് അതുകൊണ്ട് എന്ന് വെച്ചാൽ ആ HTML ടാഗ് ഇല്ല, അതുകൊണ്ട് നമ്മൾ വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡിൽ കൊണ്ടുവരണം. വെബ്സൈറ്റിന്റെ നമ്മൾ മറ്റേ ഈ